ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാവുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത്തിരി എരിവിലാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞതാണ്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിലെ വെള്ളം തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്